ഗുരുവായൂർ മെട്രോലിക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 16ാമത് അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഉദ്ഘാടന യോഗം സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ LF കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച മത്സരത്തിൽ 3800-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായ സെമിനാർ നടത്തി. നാരായണീയം ഹാളിൽ നടന്ന സെമിനാർ പ്രശസ്ത ഗായകൻ P. ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. തൃശൂർ ഗുരുവായൂരിൽ 50ാം ചെമ്പൈ സംഗീതോത്സവത്തിന് ക്ഷേത്ര ശില്പ മാതൃകയിൽ സംഗീത മണ്ഡപമുയരും. 50 വർഷം പ്രമാണിച്ച് 50 മൺചിരാതുകളും സ്ഥാപിക്കും. ആസ്വാദകർക്ക് ഫോട്ടോ എടുക്കുന്നതിനായി സെൽഫി കോർണർ. മലപ്പുറം എടപ്പാൾ CPM ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മഹിളാ അസോസിയേഷൻ എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരയും ചവിട്ടുകളിയും സംഘടിപ്പിച്ചു. CPIM എടപ്പാൾ ഏരിയ സെക്രട്ടറി T. സത്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ NCC ദിനാചരണത്തിൽ NCC ഓഫീസർക്ക് ആദരമൊരുക്കി കേഡറ്റുകൾ. 24 കേരള ബറ്റാലിയൻ അസോസിയേഷൻ NCC ഓഫീസറും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജുവിനെയാണ് 76ാം NCC ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചത്. കൊല്ലം ശൂരനാട് പുളിമൂട് ജംഗ്ഷനിൽ വാഹനാപകടം. ടൂറിസ്റ്റ് ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മുക്കത്ത് പെരുമ്പാമ്പിനെ പിടികൂടി. മാമ്പറ്റ സ്വദേശി കേശവന്റെ വീട്ടിലെ കോഴിക്കൂടിന് സമീപമാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. പിടികൂടിയ പെരുമ്പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിൽ തുറന്നുവിടും. തൃശൂർ അരിമ്പൂർ ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്മൃതി മധുരം എന്ന പേരിൽ 1985 ബാച്ച് SSLC വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തിരി തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിശ്വഭാരതി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണം നടത്തി. സമ്മാനം വിതരണം ചെയ്തത് കലാമത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റും എവറോൾ ട്രോഫിയും നേടിയ വിദ്യാർത്ഥികൾക്ക് നെയ്യാറ്റിൻകര നഗരസഭ ചെയർമാൻ PK രാജ്മോഹനൻ കുട്ടികളെ അനുമോദിച്ചു.